ഹലോ. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ഒരു കാട്ടിലാണ് കേട്ടോ. നിലമ്പൂർ കാട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് നിലമ്പൂരിലുള്ള ഒരു ബംഗ്ലാവ് കാണാനാണ് കേട്ടോ. ഇത് ബ്രിട്ടീഷുകാരൊക്കെ നിർമ്മിച്ചിട്ടുള്ള ഒരു ബംഗ്ലാവാണെന്നാണ് പറഞ്ഞത്. ടിപ്പു സുൽത്താനെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ നിർമ്മിച്ചാണ് കേട്ടോ ഈ ഒരു ബംഗ്ലാവ്. ഈ കാട്ടിലൂടെ ഇങ്ങനെ നടക്കാൻ നല്ല രസമാണ് കേട്ടോ. മരങ്ങൾ നിറഞ്ഞതുകൊണ്ട് തന്നെ ആകാശമൊന്നും നേരം പോലെ കാണാൻ പറ്റുന്നില്ല. അത്രയ്ക്കും ഒരുപാട് മരങ്ങളാണ് ഇവിടെ ഉള്ളത്. നമുക്കിനി കുറച്ച് ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആയിട്ടുള്ള ഈ ബംഗ്ലാവിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തരാം, എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത് എന്നുള്ളത്. ഈ കാണുന്നത് സ്കൈ വാക്ക് എന്ന് പറയുന്ന ആ ഒരു ഏരിയയാണ്. അപ്പോൾ ഇനി നമുക്ക് ബംഗ്ലാവിലേക്ക് പോവാം. അങ്ങനെ നമ്മളത് ആ ബംഗ്ലാവിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടേക്ക് വരുമ്പോൾ ടിക്കറ്റ് എടുത്തിട്ട് വേണം വരാൻ. ഒരാൾക്ക് 50 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. പിന്നെ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് സെപ്പറേറ്റ് ചാർജ് ഉണ്ട്. ഇപ്പോൾ ചെറുതായിട്ടൊരു മഴക്കാറുണ്ട്, അതുകൊണ്ട് എനിക്ക് വീഡിയോ നല്ല രീതിക്ക് ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടില്ല. പക്ഷേ എന്നാലും ഞാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ബംഗ്ലാവിൻ്റെ ഉള്ളിലേക്ക് പോയി നോക്കി നോക്കാം. ആദ്യം തന്നെ ഇങ്ങനെ ഒരു വരാന്തയാണ് കാണുന്നത്. ഒരു പഴയ ഒരു ബിൽഡിങ്ങിലേക്ക് കയറി ചെല്ലുന്ന ഒരു അറ്റ്മോസ്ഫിയർ തന്നെയാണ് ഇവിടെ ഉള്ളത്. അധികവും വുഡ് ഉപയോഗിച്ചിട്ടാണ് ഇവിടുത്തെ എല്ലാ കൺസ്ട്രക്ഷനും ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ മുകളിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഫ്ലോറൊക്കെ ഫുള്ള് വുഡിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ഇവിടേക്ക് വരുമ്പോൾ ഒറ്റയ്ക്കൊക്കെ വരികയാണെങ്കിൽ ശരിക്കും പേടിയാവും കേട്ടോ. ഒറ്റയ്ക്കൊന്നും ആരും വരാതിരിക്കുക. ഫ്രണ്ട്സിനൊക്കെ കൂട്ടി വരുമ്പോൾ നല്ല അടിപൊളിയാണ്. നല്ല എൻജോയ് ചെയ്തിട്ട് നമുക്കിതിലൂടെ നടക്കാൻ പറ്റും. ശരിക്കും ഒരു പ്രേതാലയം പോലെയൊക്കെ നമുക്ക് തോന്നും. പിന്നെ അതുപോലെ തന്നെ മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് റൂമുകളും അതുപോലെ വലിയ ഹാളുകളും പിന്നെ വരാന്തകളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ. ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഒരുപാട് ഭാഗങ്ങൾ നശിച്ചു പോയതുകൊണ്ട് തന്നെ വീണ്ടും അവർ റിനോവേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഒരുപാട് ജനലുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒരുപാട് കളർഫുള്ളായിട്ടാണ് അവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ അപ്സ്റ്റെയറിലെ ഒരു വിൻഡോയിലൂടെ താഴത്തേക്ക് നോക്കുമ്പോഴുള്ള വ്യൂ ആണ് കേട്ടോ ഇത്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഏകദേശം കാടിൻ്റെ ഒരു കാൽഭാഗമൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഞാൻ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മളിതിലൂടെ ഇങ്ങനെ ഓടിച്ചാടി നടക്കുകയായിരുന്നു. നമുക്കങ്ങനെ പേടിയൊന്നും തോന്നിയില്ല. പിന്നെ മാത്രമല്ല ഇവിടെ വേറെ ഒരുപാട് ടൂറിസ്റ്റുകളും ഒക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു ബംഗ്ലാവ് നശിച്ചു പോകാതിരിക്കാൻ, അതായത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇത് ഓഫീസുകളൊക്കെ ആയിട്ട് ഉപയോഗിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഈ ഒരു ബംഗ്ലാവിൻ്റെ പല ഭാഗങ്ങളും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. നമുക്ക് ഷൂട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന ഏരിയകൾ ഇവിടെ ഒരുപാടുണ്ട്. നിലമ്പൂർ വരികയാണെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യാതെ ഈ ഒരു ബംഗ്ലാവ് കാണാൻ വരിക. ഇവിടെ നമുക്ക് 5 മണി വരെയാണ് കേട്ടോ ടൈമുള്ളൂ. വൈകുന്നേരം 5 മണി വരെ ടൈം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ നിങ്ങൾ വരാൻ ശ്രമിക്കുക. അങ്ങനെ നമ്മൾ ഇനി താഴത്തേക്ക് തന്നെ ഇറങ്ങുകയാണ്. ഈ ഒരു സ്റ്റെപ്പൊക്കെ കണ്ടോ, ശരിക്കും ഫുള്ള് വുഡിലാണ് അവർ നിർമ്മിച്ചിട്ടുള്ളത്. എൻ്റെ പഴയ തറവാടൊക്കെ ഇതേപോലെയാണ് കേട്ടോ. ഏകദേശം ഇത് സ്റ്റെയറൊക്കെ ഇങ്ങനെ മരം കൊണ്ടൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എനിക്ക് അതൊക്കെ ഓർമ്മ വന്നു. അങ്ങനെ നമ്മൾ താഴത്തേക്ക് ഇറങ്ങി പോന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു സ്ഥലം കൂടെ കാണാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ സ്കൈ വാക്ക് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അതെന്താണെന്ന് വെച്ചാൽ ഈ ഒരു നിലമ്പൂർ ഒരുപാട് കാടുകളാണല്ലോ. അപ്പോൾ അതിൽ ഒരു കാട്ടിലൂടെ നമ്മൾ ഒരു സ്റ്റെയർ, അതായത് ഒരു എന്താ പറയുക, പടിപടിയായിട്ട് അങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ആ ഒരു സ്കൈ വാക്കിലൂടെ നമുക്ക് ഈ നിലമ്പൂർ കാട് മൊത്തമായിട്ട് കാണാൻ പറ്റും കേട്ടോ. ആ കാണുന്നതാണ് ഈ ഒരു സംഭവം. അപ്പം നമ്മൾ അതിലൂടെ നടക്കാൻ പോവാണ്. ഏകദേശം ഒരുപാട് കിലോമീറ്ററോളം നീളത്തിലാണ് കേട്ടോ ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ഈ ഒരു കാട്ടിൽ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള മരങ്ങൾ ഇവിടെ കാണാൻ പറ്റും. ഒരുപാട് പഴക്കം ചെന്ന മരങ്ങളുണ്ട് കേട്ടോ. അതുപോലെ മഹാഗണി അങ്ങനെയുള്ള മരങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെയാണ് ഇവിടെ മെയിനായിട്ടുള്ളത് കേട്ടോ. അങ്ങനെ നമുക്ക് കാട്ടിലൂടെ ഒരു ട്രക്കിംഗ് പോകുന്ന ഒരു ഫീലൊക്കെയാണ് നമുക്ക് ഇതിലൂടെ പോകുമ്പോൾ കേട്ടോ. അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ മിസ് ചെയ്യരുത്. കാരണം ബംഗ്ലാവിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇവരിത് നിർമ്മിച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ഏകദേശം അതിൻ്റെ ഒരു പകുതിയോളം നമ്മൾ നടന്നു കണ്ടു കേട്ടോ. ഫുള്ള് കാടാണ്. 2 സൈഡിലും ഫുൾ കാടും പിന്നെ അതുപോലെ തന്നെ പക്ഷികളും പിന്നെ എന്തൊക്കെയോ മൃഗങ്ങളും ആനകളൊക്കെ വരുന്ന സ്ഥലമാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ചില ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ വെള്ളം ഒഴുകി പോകുന്ന സൗണ്ടൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും. ചീവീടുകളുടെ നല്ല സൗണ്ട് ഉണ്ട് കേട്ടോ ഇവിടെ. ഒരുപാട് നടക്കാനൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇവിടെ വന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു സ്ഥലം ഇഷ്ടമാവും. അപ്പോൾ നമ്മളങ്ങനെ മുന്നോട്ട് നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ നമ്മളും ഏകദേശം 1 മണിക്കൂറോളം ഈ ഒരു സ്കൈ വാക്കിലൂടെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു വ്ളോഗ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിലമ്പൂർ വരുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ വരിക, എൻജോയ് ചെയ്യുക. അപ്പോൾ ഇനി ഇന്നത്തെ വ്ളോഗ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇനി നെക്സ്റ്റ് വ്ളോഗ് കാണാം. ബൈ.